സവർക്കർക്കെതിരെയുള്ള പരാമർശം രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കുരുക്കുമുറുകുന്നു. കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സവർക്കറിന്റെ കൊച്ചുമകൻ നൽകിയ മാനനഷ്ട കേസിലാണിപ്പോൾ പൂനെ ഹൈക്കോടതി സമൻസ് അയച്ചിരിക്കുന്നത്. ഡിസംബർ 2 പൂനെ ഹൈക്കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. 2023 മാർച്ച് 5 ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് വിവാദത്തിന് കാരണമായത്. 5-6 സുഹൃത്തുക്കൾ ചേർന്ന് ഒരിക്കൽ ഒരു മുസ്ലിമിനെ മർദ്ദിച്ചതായും തനിക്ക് അതിൽ സന്തോഷം തോന്നിയതായും സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപകീർത്തികരമായ പ്രസംഗം നടത്തിയത് ഇംഗ്ലണ്ടിലായിരുന്നെങ്കിലും ഇന്ത്യ മുഴുവൻ അത് വാർത്തയായിരുന്നു. നിരവധി വാർത്താ റിപ്പോർട്ടുകളും രാഹുലിന്റെ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോകളും യൂട്യൂബ് ലിങ്കുകളും തെളിവായി അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിനു മുൻപും രാഹുലിനോട് കോടതി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വന്നിരുന്നില്ല. ഇത് വസ്തുതാവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി സവർക്കറിന്റെ ചെറുമകൻ സത്യകി സവർക്കർ നൽകിയ ഹർജിയിലാണ് കോടതി നിർദ്ദേശം വന്നിരിക്കുന്നത്. സവർക്കർ ഇങ്ങനെയൊരു പരാമർശം എവിടെയും എഴുതിയിട്ടില്ല എന്നും ഹർജിയിൽ പറയുന്നു. ആരോപണങ്ങൾ അന്വേഷിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. വിശ്രാംഗബാദ് പോലീസാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. പരാതിയിൽ പ്രഥമ ദൃഷ്ടിയാൽ സത്യമുണ്ടെന്നാണ് പോലീസിന്റെ മൊഴി. നേരത്തെ ഒക്ടോബർ 23 ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് കോടതി സമൻസ് അയച്ചിരുന്നു. അമോൽ ഷിൻഡെയുടെ അധ്യക്ഷതയിലുള്ള MLA മാർക്കുള്ള പ്രത്യേക കോടതിയാണ് അന്ന് സമൻസ് അയച്ചത്. ജോയിന്റ് സിവിൽ ജഡ്ജിയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. എന്നാൽ സമൻസ് ലഭിച്ചിട്ടില്ല എന്ന കാരണത്താൽ രാഹുൽ അന്ന് കോടതിയിൽ ഹാജരായില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അഭിഭാഷകൻ മാലിന്ദ് പവാറാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഡിസംബർ 2 രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു ദിനചര്യയായി വെച്ചിരിക്കുകയാണ്. വായിൽ വരുന്നത് എന്തും വിഷച്ചിന്തുന്ന വാക്കുകളാണ് അദ്ദേഹം പറയുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത് വഴി രാഹുൽ ഗാന്ധിക്ക് 8ന്റെ പണികളാണ് ഓരോ ദിവസവും കിട്ടുന്നത്. അതേസമയം വിവാദ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും വിമർശനം നേരിട്ടിരുന്നു. മാധ്യമപ്രവർത്തകരെ അടിമ എന്ന് പരാമർശിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു റാലിയിലാണ് രാഹുൽ ഗാന്ധി വിവാദ പരാമർശം നടത്തിയത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് വെറും പ്രസ്താവനകൾ നടത്തുന്നതിനു പകരം മാധ്യമപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള വ്യക്തമായ നിലപാടുകൾക്ക് മുൻഗണന നൽകണമെന്നാണ് മുംബൈ പ്രസ് ക്ലബ്ബ് ഇതിനോട് പ്രതികരിച്ചത്. മാധ്യമ വ്യവസായികളെ കുത്തക മുതലാളിമാരെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കേണ്ടതെന്നും പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കുന്നതിനെ വിമർശിക്കുന്നത് ശരിയാണെങ്കിൽ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെ പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ശാസന അർഹിക്കുന്നുണ്ട് എന്ന് മുംബൈ പ്രസ് ക്ലബ്ബ് പത്രക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. അതേസമയം വിവാദ പരാമർശങ്ങൾ നടത്തുന്നതിൽ മുന്നിലാണ് നെഹ്റു കുടുംബം എന്ന് പറയാതെ വയ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. രാജസ്ഥാനിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി വിവാദ പരാമർശം നടത്തിയത്. പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയെ അവഹേളിക്കാനായി നുണപ്രചരണം നടത്തുന്നുവെന്ന് കാണിച്ച് BJP നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പ്രസ്തുത വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി വിശദീകരണം നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിരുന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.